കൊല്ലം കട്ടോരക്കരയിൽ ഡോക്ടറുടെ കൊലപാതകത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് സംസ്ഥാനം. ഇന്ന് പുലർച്ചെയാണ് സന്ദീപ് എന്നയാളുടെ ആക്രമണത്തിൽ 22-കാരിയായ വന്ദനാദാസ് എന്ന ഡോക്ടറുടെ ദാരുണാന്ത്യമുണ്ടായത്. പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു ആക്രമണം. സർജിക്കൽ കത്രിക കൊണ്ട് ഡോക്ടറുടെ മുതുകത്തും മുഖത്തും തുരുതരെ ഇയാൾ കുത്തുകയായിരുന്നു. ചുറ്റുമുണ്ടായിരുന്നവർക്ക് നേരെയും ഇയാൾ പാഞ്ഞെടുത്തു. പോലീസുകാർക്കും ആംബുലൻസ് ഡ്രൈവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. കൊല്ലം നെടുമ്പന UP സ്കൂൾ അധ്യാപകനായ സന്ദീപ് ലഹരിക്കടിമയാണ്. ഇയാൾ സസ്പെൻഷനിലുമാണ്. കോട്ടയം മാഞ്ഞൂർ സ്വദേശിയായ മോഹൻദാസിന്റെയും വാസന്തയുടെയും മകളാണ് വന്ദനാദാസ്. ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാർ നാളെ രാവിലെ 8 മണിവരെ പണിമുടക്കും. ആശുപത്രികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന സെക്യൂരിറ്റി സംവിധാനം വേണമെന്ന് നിരന്തരമായ അഭ്യർത്ഥനകളാണ് നടത്തിയത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്കൊക്കെ അടികൊള്ളണം. അത് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇരിക്കുന്ന കുറച്ച് ആളുകൾക്ക് അടികൊള്ളണം എന്നാണോ ഗവൺമെന്റിലെ ചില MLA-മാർ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നതെന്ന് തോന്നിപ്പോ ആ രീതിയിൽ പരസ്യമായ ആഹ്വാനം ഉൾപ്പെടെ എന്തും ചെയ്യാം, തിരിച്ച് പ്രതികരിക്കത്തില്ല ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള ഒരു സാമാന്യ ബോധമാണ് എന്താണെന്നറിയില്ല. ഇവിടെ ഇപ്പൊ സംഭവിച്ചിട്ടിരുന്ന വിലങ്ങ് വിട്ട് വന്നിരുന്ന ഒരാള് വയലന്റായി തിരിച്ച് ആ വിലങ്ങ് അഴിച്ചു മാറ്റി പരിശോധനയ്ക്ക് അയാൾ വയലന്റ് ആവുകയാണെങ്കിൽ അയാളെ വീണ്ടും വിലങ്ങ് വെക്കാനുള്ള ഒരു സാമാന്യമായ ഒരു പ്രവർത്തനം പോലും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഉണ്ടായില്ലെന്നുള്ള ദുഃഖകരമായ കാര്യമാണ്. സുരക്ഷാ സംവിധാനങ്ങൾക്കും പോലീസിനും ജനങ്ങൾക്കും ഞങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നും, നമ്മുടെ ഓരോരുത്തരും വീടുകളിൽ നിന്നുമാണ് ഡോക്ടർമാർ സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലാതെ ദൂരെ മേളിൽ നിന്നും പൊട്ടി വീണമൊന്നുമല്ല. ഒരു ആരോഗ്യ പ്രവർത്തനെ സംരക്ഷിക്കാൻ ഇനി എന്ത് നിയമത്തിനിവിടെ പറ്റും? ഗവൺമെന്റ് ഈ അടുത്ത കാലത്ത് ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ ഓർഡിനൻസിന്റെ ഒരു പച്ച വെളിച്ചം ഇപ്പൊ കാണുന്നില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നാട്ടിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയുള്ള ആരോഗ്യ പ്രവർത്തനം വെറും ഒരു തമാശ രൂപേണ പോകേണ്ട രീതിയിലേക്ക് ഗവൺമെന്റ് ആക്കുകയാണ്. ഒന്നിനും സുരക്ഷിതമില്ലാത്ത ഒരു അവസ്ഥ. ഇതിനെതിരെ ശക്തമായ നടപടിയുണ്ടാവും. IMA-യുടെ ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ കൊല്ലം ജില്ലയിലെ എല്ലാ ആശുപത്രികളും, KGMI കൊണ്ടുണ്ട്, എല്ലാ ആശുപത്രികളിലും അവശ്യ സർവീസുകൾ മാത്രം അവശ്യ സർവീസ് തന്നെ ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ താല്പര്യമില്ല. ഒരാൾ കുത്തേറ്റ് മരിക്കുമ്പോൾ ഇങ്ങനെയാണോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള പോലീസ് എയ്ഡ് പോസ്റ്റുകൾ പല ഇവിടെ ആശുപത്രികൾ ഉണ്ടായിട്ട് പോലും ഇവിടെ രക്ഷിക്കാൻ പറ്റിയില്ല. സംസ്ഥാനത്താകെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഇല്ലാത്ത വളരെയധികം ആശുപത്രികളുണ്ട്. അപ്പൊ ഈ രീതിയിൽ സുരക്ഷാ സംവിധാനം ശക്തമാക്കാനുള്ള ഇനി ഒരു രക്തസാക്ഷിയെ ഗവൺമെന്റ് കാത്തിരിക്കുകയാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇന്ന് IMA-യും KGMI-യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കിംസ് ആശുപത്രിയിലെത്തി ഡോക്ടർ വന്ദനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഈ പെൺകുട്ടിയുടെ പ്രൊഫഷനെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർമാരുടെ സംഘടനകൾ, ആരോഗ്യ പ്രവർത്തകർ, that these things never happen. No parents have to see their child being killed like this. Yes, thank you. ഡോക്ടർ വന്ദനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി. ഭൗതിക ശരീരം അസീസിയ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇവിടെ പൊതുദർശനത്തിന് ശേഷം കോട്ടയത്തെ മാഞ്ഞൂരുള്ള വസതിയിലേക്ക് കൊണ്ടുപോകും. നാളെയാണ് സംസ്കാരം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുന്നതിന് മുൻപ് തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ. സെക്രട്ടേറിയറ്റിൽ ഡോക്ടർമാരുടെ സംഘടനകളുടെ പ്രതിഷേധമാണ് കാണുന്നത്. സംസ്ഥാന
ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ നാളെയാണ് വന്ദനയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. കോട്ടയത്ത് വസതിയിൽ നിന്ന് ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഏത് രീതിയിൽ നാടും പ്രിയപ്പെട്ടവരുമെല്ലാം ഡോക്ടർ വന്ദനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തുന്നു? ശ്രീജിത്ത്, സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ എങ്ങനെയാണ്? പറഞ്ഞ നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ. നാളെ ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് ഇവിടെയുള്ള ബന്ധുക്കൾ നൽകുന്ന വിവരം. വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളും അല്പസമയം മുമ്പ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് എത്തി വിലയിരുത്തി. ഇവിടെ എറണാകുളം റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്. ആവശ്യമെങ്കിൽ ഈ റോഡിൽ ഗതാഗത നിയന്ത്രണം അടക്കം ഉണ്ടാകും. വലിയ രീതിയിൽ ആളുകളുടെ ഒരു തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. ബന്ധുക്കൾ നൽകുന്ന വിവരമനുസരിച്ച് ഇന്ന് രാത്രി തന്നെ ദൂരങ്ങളിലുള്ള ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേരും. ഈ വീടിന് പിന്നിലായി ഇതൊരു ഈ ആതിരയുടെ അച്ഛന്റെ തറവാട് വീടിരുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ അവരുടെ അച്ഛന്റെ അമ്മയുടെയും അച്ഛന്റെയും, അതായത് ആതിരയുടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും ശവക്കല്ലറ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയായിരിക്കും ഈ വന്ദനയ്ക്കും ഈ സംസ്കാരത്തിലുള്ള കല്ലറയും മറ്റും ഒരുക്കുക. എന്തായാലും നാളെ ഇതിനകം തന്നെ ഇവിടെ പന്തലിടുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ ആയിരിക്കും കല്ലറ ഒരുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. നിലവിൽ എന്തായാലും മൃതദേഹം രാത്രിയോടുകൂടി മാത്രമേ ഇവിടെ എത്തിച്ചേരൂ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഐശ്വര്യ അനിൽ ചേർന്നു. ഐശ്വര്യ, പ്രതിഷേധം വലിയ രീതിയിൽ പല തവണ ഡോക്ടർമാർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ IMA അടക്കമുള്ള സംഘടനകൾ നടത്തിയ സമരം, ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് നടത്തിയ സമരം കണ്ടത്. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് ഇത്തവണ ഈ വലിയ ദാരുണ സംഭവത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നത് വരെ പ്രതിഷേധം തുടരും എന്നുള്ളൊരു നിലപാട് തന്നെയാണോ ഡോക്ടർമാരുടെ സംഘടന സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും അപർണ, അത്തരത്തിലൊരു സമീപനം തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനകളുടെ ഭാഗത്ത് നമുക്ക് കാണാനാകും. സാധാരണഗതിയിൽ ഈ ഒരു മാസം മുമ്പ് കോഴിക്കോട് ഇത്തരത്തിൽ ഡോക്ടർക്ക് നേരെ അതിക്രമം നടക്കുന്നു, അതിനുശേഷം പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച അടക്കമുള്ള സംഘടനകൾ ആശുപത്രികൾ പ്രതിഷേധം നടത്തി നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോൾ മരണസ്ഥിര കേന്ദ്രത്തിന് മുന്നിലേക്ക് ഈ പ്രതിഷേധം കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്നത് എല്ലാ തവണയും പറയുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണ സമരം ആയിരിക്കില്ല ഇത്. ഇതിലൊരു തീരുമാനമുണ്ടാക്കണം. ജോലി ചെയ്യുന്ന സ്ഥലത്ത് തങ്ങൾക്ക് സുരക്ഷ വേണം, അതിനുള്ള ഒരു അന്തിമ തീരുമാനം, അതിനുള്ള ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന കാര്യമാണ് പ്രധാനമായും ഈ ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ സമരം എടുത്തു നോക്കിയാൽ തന്നെ രാവിലെ മുതൽ ഈ സമരരംഗത്തുള്ളത് വിദ്യാർത്ഥി സംഘടനയിലുള്ള, അതായത് PG ഡോക്ടർമാരും ഒപ്പം തന്നെ MBBS വിദ്യാർത്ഥികളും ഔഷധന്മാരും ഒക്കെയാണ്. അത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമായി വരും. രാവിലെ തന്നെ അവർ പറഞ്ഞതാണ് ഇതിലൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നിലപാട് വ്യക്തമാക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരും എന്നുള്ളത്. അതിന് പിന്നാലെയാണ് ഒരുപക്ഷെ DMA ഓഫീസിലേക്ക് പ്രതിഷേധിക്കുന്നു. അതിനുശേഷം ഓഫീസർക്ക് മുന്നിൽ നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ ഏറ്റവും കൂടുതൽ മരണസ്ഥിര കേന്ദ്രത്തിന് മുന്നിലേക്ക് ഇവരെ സൂചനയാണ്. ഇതിപ്പോൾ നടക്കുന്ന വിവിധ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സമരമാണ്. ഇതിന് ശേഷം ഒരു വലിയ മാർച്ചായി തന്നെ എല്ലാ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളെയും എല്ലാവരും ഒത്തുചേർന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടാകുന്ന ഇപ്പോൾ ഈ വിവിധ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധ പ്രകടനം ഭരണസ്ഥിര കേന്ദ്രത്തിൽ നിന്ന് നടത്തുന്നതാണ് തത്സമയം നമുക്ക് കാണാനാവുക. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ, കൂടുതൽ ഉന്നതതല ചർച്ചകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം ഒരു സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങനെ ഒരു പ്രതിഷേധം ഘടിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു അടിയന്തര സ്വഭാവം ഇതിനകത്തുണ്ട് എന്ന് സർക്കാർ കാണുന്നില്ലേ? തീർച്ചയായും അപർണ, അങ്ങനെ തന്നെയാണ് നമുക്ക് ഇതിന് വിലയിരുത്താനാവുന്നത്. കാരണം ഇത് ഒരു കഴിഞ്ഞ മാസം കണ്ട സമരം അല്ലെങ്കിൽ അത്തരത്തിലല്ല. ഇതിലൊരു അടിയന്തര പരിഹാരം സർക്കാർ കാണുന്നത് വരെ ഈ പ്രതിഷേധം തുടരും എന്നുള്ള പരസ്യ പ്രഖ്യാപനം ഈ വിദ്യാർത്ഥികൾ ഡോക്ടർമാരും, അതായത് MBBS വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഈ PG ഡോക്ടർമാരും ഒക്കെ നടത്തി കഴിഞ്ഞു. ഉറപ്പായും ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചർച്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർ വച്ചുപുലർത്തുന്നു. ഈ ചർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കേണ്ടതാണ്. അത് അവരുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീരുമാനം ഉണ്ടാകും
നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സമരം പോലും. ഭരണസ്ഥിര കേന്ദ്രത്തിന് മുന്നിലേക്ക് സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിന് മുന്നിലും അല്ലെങ്കിൽ അതിന്റെ ഒരു പരിസരത്തും IMA ആസ്ഥാനത്തും നടക്കുന്ന പ്രതിഷേധമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഭരണസ്ഥിര കേന്ദ്രത്തിന് മുന്നിലേക്ക് ഒരു ഡോക്ടറുടെ ജീവൻ പൊലിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തുനിന്ന് എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഈ പ്രതിഷേധം ശക്തമായി തുടരാനാണ് ഈ ഡോക്ടർമാരുടെ തീരുമാനം. ഐശ്വര്യ അനിൽ വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഡോക്ടർമാരുടെ സംഘടനകൾ. സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അസിസി ആശുപത്രിയിൽ നിന്ന് ഷാനോസ് ഡേവിഡും ചേർന്നു. ഷാനോസ്, പൊതുദർശനം എത്ര മണിവരെയാണ് ഉണ്ടാവുക? എങ്ങനെയാണ് ആൾക്കാർ അങ്ങോട്ട് ഒഴുകിയെത്തുന്നത്? ഡോക്ടർ വന്ദനയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത്? സഹപാഠികള്, സുഹൃത്തുക്കള്, നാട്ടുകാർ തുടങ്ങി ആയിരക്കണക്കിന് മനുഷ്യരാണ് വന്ദനെ ഉരുനോക്കി കാണാൻ വേണ്ടി അസിസിയ മെഡിക്കൽ കോളേജ് പരിസരത്തെത്തിയിട്ടുള്ളത്. കുറച്ചു മുമ്പേ പാരിപ്പള്ളി കഴിഞ്ഞിരുന്ന മൃതദേഹം വെച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം അസിസിയ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് ക്യാമ്പസിലേക്ക് കഴിഞ്ഞ കാലം അത്രയും വന്ദന പഠിച്ചിരുന്ന ക്യാമ്പസിലേക്ക് വന്ദനയുടെ മൃതദേഹം നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരു 5 മിനിറ്റിനകം തന്നെ 10 മിനിറ്റിനകം തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ക്യാമ്പസുകളിലേക്ക് എത്തിച്ചേരും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ തന്റെ സുഹൃത്തുക്കൾ, സഹപാഠികൾ, അധ്യാപകർ, അനധ്യാപകർ, നാട്ടുകാർ തുടങ്ങി ഈ വിവരം അറിഞ്ഞെത്തിയ ആയിരക്കണക്കിന് ആളുകൾ ഈ അസിസിയ മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിന്റെ ഭാഗത്തായി എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് രാവിലെ 5 മണിക്ക് ശേഷമായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ഇന്നലെ രാത്രിയോടുകൂടി ഒരു അക്രമ സംഭവത്തിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ച ഒരാളുടെ വൈദ്യപരിശോധന, സന്ദീപ് എന്ന് പറയുന്ന ആളുടെ വൈദ്യപരിശോധന നടത്തുന്ന സമയത്തായിരുന്നു അയാൾ അക്രമാസക്തനായി ഈ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഗുരുതരാവസ്ഥയിലായ ഡോക്ടറെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചിരുന്നത്. അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമാണ് വന്ദന പഠിച്ചിരുന്ന അസിസിയ മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിലേക്ക് മൃതദേഹം എത്തിക്കാൻ തുടങ്ങുന്നത്. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പേ പാരിപ്പള്ളി കഴിഞ്ഞിരുന്ന മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ഈ അസിസിയ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ സജ്ജീകരിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് മൃതദേഹം എത്തിക്കും. ഏതാണ്ട് 5 മിനിറ്റിനകം തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിമാരടക്കമുള്ളവർ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ കാലം അത്രയും ഈ ക്യാമ്പസിൽ പഠിച്ചിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കാണാൻ വേണ്ടി എല്ലാ സുഹൃത്തുക്കളും കൂടെ പഠിച്ചിരുന്ന സഹപാഠികളടക്കം അധ്യാപകരടക്കം നിരവധി ആളുകൾ കേരളത്തിൽ ഞെട്ടിച്ചൊരു വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിനപ്പുറത്തേക്ക് ഉള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തരത്തിൽ ഈ ക്യാമ്പസിന്റെ ഈ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 2-3 മണിക്കൂറായിട്ട് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കാണുവാൻ വേണ്ടി ഉള്ള കാത്തിരിപ്പിലാണ് ഇവരൊക്കെയും. ഏതാണ്ട് 5 മിനിറ്റിനകം തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അസിസിയ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ കയറി വരുന്ന പ്രവേശന കവാടവും കടന്നുള്ള പ്രദേശമാകെ ആളുകളെ കൊണ്ട്, സുഹൃത്തുക്കളെ കൊണ്ട്, ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളെ കൊണ്ട്, മുൻപ് പഠിച്ചവരെ കൊണ്ട്, ഇവിടുത്തെ ജീവനക്കാരെ കൊണ്ട്, സമീപത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരെ കൊണ്ട് ആകെ നിറഞ്ഞിരിക്കുകയാണ്. കാരണം പ്രിയപ്പെട്ട ഡോക്ടറെ ഒരു നോക്കി കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. വന്ദന കോട്ടയം ജില്ലക്കാരിയാണ്. ഇവിടെ 20 മിനിറ്റ് മാത്രമാണ് പൊതുദർശനം എന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും ആളുകൾക്ക് ആ ചുരുങ്ങിയ സമയം കൊണ്ട് വന്ദനയുടെ ഭൗതിക ശരീരം ഒരു നോക്കി കാണാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർപ്പ് പറയാനാവില്ല. കാരണം 20 മിനിറ്റ് കൊണ്ട് കണ്ടു തീരേണ്ട കണക്കിലുള്ള ഒരു ആൾക്കൂട്ടമല്ല ഇവിടെയുള്ളത്. സുഹൃത്തുക്കളും സഹപാഠികളും അടക്കമുള്ള നിരവധി പേരുണ്ട്. ഇവിടുത്തെ അധ്യാപകരുണ്ട്, ഇവിടുത്തെ പഠിച്ചിറങ്ങിപ്പോയ ആളുകളുണ്ട്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ പല സ്ഥലങ്ങളിൽ ജോലി ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ, ഈ പ്രദേശത്തെ ബഹുജനങ്ങൾ തുടങ്ങി വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ വന്ദനയെ ഒരു ദിവസം കാണാൻ വേണ്ടി അസിസിയ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻ നിശ്ചയിച്ച പ്രകാരം 20 മിനിറ്റ് കൊണ്ട് ഈ പൊതുദർശനം പൂർത്തിയാക്കി അവസാനിപ്പിച്ച് അദ്ദേഹം കോട്ടയത്തേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് ആശയപ്പെടുന്നത്. അത്രമാത്രം ആളുകൾ വേദനാദുർഭരമായ ഒരു നിമിഷം ആണിത്. ആളുകൾ കാത്തു നിൽക്കുകയാണ്
വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷമാണ് ഈ അസിഫിയ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ പരിസരം. ഇപ്പോഴും ആളുകൾ കാത്തു നിൽക്കുകയാണ്. നമുക്ക് ഏതാണ്ട് 5 മിനിറ്റിനകം കടന്നു വരുമെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. നേരത്തെ ഒരു 15 മിനിറ്റ് പാരിപ്പള്ളി എന്ന് പറയുന്ന ഹൈവേ വഴിയാണ് കടന്നു വരുന്നത്. പാരിപ്പള്ളി കഴിഞ്ഞിരുന്നു മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര. ഏതായാലും നിരവധി വാഹനങ്ങൾ എത്തിച്ചേരുന്നു. മന്ത്രിമാരുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനങ്ങൾ ഈ ക്യാമ്പസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിലാപയാത്ര ആരംഭിക്കാൻ ഒരുങ്ങുന്നു. ഷാനോസ് ഡേവിഡ്, വിവരങ്ങളിലേക്ക് എന്തായാലും തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു ഡോക്ടർമാരുടെ സംഘടന. ഡോക്ടർ വന്ദന ദാസിന്റെ ക്രൂരമായ മരണത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം, ഡോക്ടർമാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡോക്ടർമാരുടെ സംഘടന നടത്തുന്ന സമരം, കൊച്ചിയിൽ KSU നടത്തുന്ന സമരം എന്നിവയുടെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം കൊല്ലം അസീസിയ ആശുപത്രിയിൽ വന്ദനദാസിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നു. അല്പസമയത്തിനു ശേഷം വിലാപയാത്രയായി ഭൗതിക ശരീരം കോട്ടയം മാഞ്ഞൂരുള്ള വസതിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. നാളെ രാവിലെ 8 മണി വരെ മുഴുവൻ ഡോക്ടർമാരടക്കമുള്ള ആശുപത്രി ജീവനക്കാരെല്ലാവരും സമരത്തിലായിരിക്കുമെന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ വ്യക്തമാക്കുകയുണ്ടായി. വിഷയത്തിനകത്ത് കൃത്യമായ നടപടി, പല തവണയായി ആവർത്തിക്കപ്പെടുന്ന ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിലടക്കം ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായിട്ട് കൂടിയാണ് ഡോക്ടർമാരുടെ സംഘടനകളും ആരോഗ്യ ജീവനക്കാരുടെ സംഘടനകളും ഒത്തുചേർന്നുകൊണ്ട് സമരം നടത്തുകയും ചെയ്യുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്ദനാദാസിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് തുടക്കമാക്കുകയാണ്. കൊല്ലം അസീസിയ ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലാപയാത്രയ്ക്കായി സജ്ജമാക്കിയിരിക്കുന്ന വാഹനം പൊതുദർശനം അവസാനിച്ചതിനു ശേഷം ഭൗതികദേഹം കോട്ടയം മാഞ്ഞൂരുള്ള വസതിയിലേക്ക് കൊണ്ടുപോകും. ആരോഗ്യ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള ഒട്ടേറെ പേരാണ് ഭൗതികദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയത്. കോട്ടയം മാഞ്ഞൂരുള്ള വസതിയിലും ജനം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്ന ഡോക്ടർ വന്ദനയുടെ ഭൗതികദേഹം അവസാനമായി ഒരു നോക്ക് കാണാനായി നാട്ടുകാരും അങ്ങോട്ട് ഒഴുകിയെത്തുന്ന കാഴ്ച. നാലുമണി വാർത്ത പൂർണ്ണമാകും. നമസ്കാരം.